തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്ക് വരാം. അപരന്മാരുടെ ഇടപെടൽ പൊല്ലാപ്പിലാക്കിയ ചില സ്ഥാനാർത്ഥികളുണ്ട്. കാൽ നൂറ്റാണ്ടിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപരന്മാർ കാരണം പ്രമുഖ സ്ഥാനാർത്ഥികൾ പലതവണ തോറ്റു. ഇത്തവണയും അപരന്മാർ സജീവമാണ്. ചരിത്രം ആവർത്തിക്കുമോ എന്നത് കണ്ടറിയണം. തിരുവനന്തപുരത്ത് നിന്ന് സുനിഷ ഏലൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്ഥാനാർത്ഥികളെ വെള്ളം കുടിപ്പിക്കാൻ അപരന്മാർ സജീവമായി കളം പിടിച്ചിട്ടുണ്ട്. അപരന്മാരൊരു തലവേദനയാകില്ലെന്നാണ് സ്ഥാനാർത്ഥികളുടെ ആത്മവിശ്വാസം. പക്ഷേ ഈ അപരന്മാർ ചില്ലറ പ്രശ്നക്കാരാണെന്നാണ് ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പ് ചരിത്രം ചൂണ്ടിക്കാണിക്കുന്നത്. VM സുധീരനടക്കം പ്രമുഖ സ്ഥാനാർത്ഥികൾ അപരനിൽ തട്ടി തോറ്റ കഥയും ചരിത്രമാണ്. ഏതായാലും ഇത്തിരി ഫ്ലാഷ് ബാക്ക് അടിച്ചാൽ സംഗതി കൃത്യമായി മനസ്സിലാക്കും. തുടങ്ങാം. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം LDF സ്ഥാനാർത്ഥി KS മനോജും UDF സ്ഥാനാർത്ഥി VM സുധീരനും തമ്മിൽ. VM സുധീരൻ അപരനായി എത്തിയത് VS സുധീരൻ. അന്ന് 1009 വോട്ടുകൾക്ക് VM സുധീരൻ പരാജയപ്പെട്ടു. പക്ഷേ അപരനായ VS സുധീരൻ നേടിയത് 8282 വോട്ടുകളാണ്. കേരളത്തിൽ ഒരു അപരൻ നേടുന്ന ഏറ്റവും വലിയ വോട്ടാണിത്. അതേസമയം തന്നെ ഈ റെക്കോർഡ് തകർക്കാൻ മറ്റൊരു അപരനും സാധിച്ചിട്ടുമില്ല. ഇനി 2014 വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ്. LDF സ്ഥാനാർത്ഥിയായി AN ഷംസീർ എത്തുന്നു. UDF സ്ഥാനാർത്ഥി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. AN ഷംസീറിന് അപരനായി മറ്റൊരു ഷംസീർ. ഈ അപരൻ നേടിയതാകട്ടെ 3485 വോട്ടുകൾ. എന്നാൽ AN ഷംസീർ തോറ്റത് വെറും 3306 വോട്ടുകൾക്ക് മാത്രം. 2009 കോഴിക്കോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായിരുന്നു സ്ഥിതി. LDF സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ടായിരുന്നത് PA മുഹമ്മദ് റിയാസ്. UDF സ്ഥാനാർത്ഥിയായി MK രാഘവൻ തന്നെ. റിയാസിന് പക്ഷേ അപരന്മാരായി ഉണ്ടായിരുന്നത് 4 റിയാസുമാരാണ്. ആ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് റിയാസ് 838 വോട്ടുകൾക്ക് തോൽക്കുകയും ചെയ്തു. പക്ഷേ ഈ 4 അപരന്മാർ ചേർന്ന് നേടിയത് 4843 വോട്ടുകളാണ്. അതേ 2009 പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സതീശൻ പാച്ചേനിക്ക് സംഭവിച്ചതും ഇതുതന്നെയാണ്. LDF സ്ഥാനാർത്ഥിയായി MB രാജേഷ്. UDF സ്ഥാനാർത്ഥിയായ സതീശൻ പാച്ചേനിക്ക് അപരനായി മറ്റൊരു സതീശൻ വന്നതോടെ അപരൻ നേടിയത് 5478 വോട്ടുകൾ. സതീശൻ പാച്ചേനി തോറ്റതാകട്ടെ 1820 വോട്ടുകൾക്കും. ഇനി 2024 തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായപ്പോൾ അപരന്മാർ അവിടെയും അനവധിയാണ്. വടകര മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കുള്ളത് 3 അപരന്മാർ. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനുമുണ്ട് 2 അപരന്മാർ. കോഴിക്കോട് നോക്കിയാൽ എളമരം കരീമിനും ഒപ്പം MK രാഘവനും 3 വീതം അപരന്മാരുണ്ട്. തിരുവനന്തപുരത്ത് ശശി തരൂറിന് അപരനായി 71കാരൻ ശശിയും കളത്തിലുണ്ട്. പ്രകാശുമാരാൽ സമ്പന്നമാണ് ആറ്റിങ്ങൽ മണ്ഡലവും. പ്രമുഖ മുന്നണികളും സ്ഥാനാർത്ഥിയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അപര സ്ഥാനാർത്ഥികളെ ഇറക്കുന്നത്. മത്സരം ശക്തമാകുന്ന മണ്ഡലങ്ങളിൽ അപരന്മാരെ ഇറക്കി എതിർപ്പാളയത്തിലെ വോട്ട് കുറയ്ക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. തിരഞ്ഞെടുപ്പിൽ ആർക്കും മത്സരിക്കാം. പക്ഷേ വോട്ടർമാരെ വെല്ലുവിളിക്കാതെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം നിലനിർത്തി മുന്നോട്ട് പോകാൻ രാഷ്ട്രീയ പാർട്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഗോപൻ പ്ലാവോടിനൊപ്പം റിപ്പോർട്ടർ സുനിഷ ഏലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.